ഇസ്ലാം പാഠശാല ഇസ്ലാമിക് വെബ്സൈറ്റ് ഇസ്ലാം പാഠശാല.net മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇസ്ലാമിക് വെബ്സൈറ്റ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم. شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال تعالى أيضا في قرآنه الكريم: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون. في قلوبهم مرض فزادهم الله مرضا ولهم عذاب أليم بما كانوا يكذبون. وإذا قيل لهم لا تفسدوا في الأرض قالوا إنما نحن مصلحون ألا إنهم هم المفسدون ولكن لا يشعرون. صدق الله العلي العظيم. صدق وبلغ رسوله الكريم. نحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ ഭയന്ന് അവൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയരായി തഖ്വ നിറഞ്ഞ ജീവിതം നയിക്കുവാൻ എന്നോടെന്ന പോലെ നിങ്ങളോടും ആദ്യമായി തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുത്തഖീങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരാൾ മുസ്ലിം ആകുന്നതിന് എന്താണ് ഇസ്ലാം എന്നറിഞ്ഞിരിക്കേണ്ടതുപോലെ തന്നെ എന്തല്ല ഇസ്ലാം എന്നുകൂടി അറിയേണ്ടതുണ്ട്. ജീവിതത്തിൽ ആർജിക്കേണ്ട ഗുണം എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിയുന്നതോടൊപ്പം
ജീവിതത്തിൽ നിന്ന് വർജിക്കേണ്ട ദുർഗുണങ്ങൾ ഏതൊക്കെയാണ് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ ആരായി തീരണം എന്ന് തീരുമാനിക്കുന്നതോടൊപ്പം ഞാൻ ആരാകാൻ പാടില്ല, ഞാൻ ഏത് തരക്കാരൻ ആകരുത് എന്നും തീരുമാനിക്കേണ്ടതുണ്ട്. ഈ അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നാം ആർജിക്കേണ്ടുന്ന നമ്മുടെ ഇബാദത്തുകളെ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാക്കുന്ന ഒരു ഗുണമാണ് ഇഖ്ലാസ് അഥവാ ആത്മാർത്ഥത എന്ന ഗുണം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് വർജിക്കേണ്ട അള്ളാഹുവിൻ്റെ കോപവും അവൻ്റെ ശിക്ഷയും നേടിത്തരുന്ന ഒരു ദുർഗുണമാണ് നിഫാഖ് അഥവാ കാപഢ്യം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെടുന്നത് ഇബാദത്തല്ല, കേവല ഇബാദത്തല്ല. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം എന്നതല്ല അല്ല പറഞ്ഞത്, ഇഖ്ലാസോടുകൂടി ഇബാദത്ത് ചെയ്യുക. അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ആത്മാർത്ഥതയോടുകൂടി എനിക്ക് വഴിപ്പെടുക, ഇഖ്ലാസോടുകൂടി ഇബാദത്ത് ചെയ്യുക എന്നതല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടുന്നതിന്റെ ഉപാധിയായി വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഒരേ ഒരു ഗുണം, ഒരേ ഒരു മാനദണ്ഡം ഇഖ്ലാസ് എന്ന് പറയുന്ന മാനദണ്ഡമാണ്. അതല്ലാതെ നാം അവരോട് കൽപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഇഖ്ലാസിന്റെ അഭാവത്തിൽ നിങ്ങൾ എത്ര ഇബാദത്തുകൾ അള്ളാഹുവിന് വേണ്ടി ചെയ്താലും നിങ്ങളുടെ കർമ്മങ്ങൾ വെള്ളത്തിൽ വരച്ച വര പോലെയാണ്, അത് നിഷ്ഫലമാണ്. ഈ ഇഖ്ലാസിന്റെ മേൽ മങ്ങലേൽപ്പിക്കുന്ന, ഈ ഇഖ്ലാസിനെ ദുർബലപ്പെടുത്തുന്ന, അള്ളാഹു വെറുക്കുന്ന, നമ്മുടെ ഇബാദത്തുകളെ അള്ളാഹുവിന്റെ അടുക്കൽ തള്ളിക്കളയപ്പെടുന്ന, അസ്വീകാര്യമാക്കുന്ന ഒരു ദുർഗുണമാണ് നിഫാഖ് അഥവാ കാപഢ്യം എന്ന് പറയുന്നത്. ഞാൻ ഈ ഖുതുബയിൽ കാപഢ്യത്തെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അറിഞ്ഞും അറിയാതെയും നമ്മിൽ പലരും ഈ ഗുണം പേറുന്നവരോ പേറാൻ സാധ്യതയുള്ളവരോ ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വെറുക്കുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല വർജിക്കണമെന്ന് നമ്മോട് അതിശക്തമായി ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു ദുർഗുണമാണ് നിഫാഖ് അഥവാ കാപഢ്യം എന്ന് പറയുന്നത്. കാപഢ്യത്തിന്റെ ലക്ഷണങ്ങൾ പലതാണ്. പക്ഷെ ആറ്റിക്കുറുക്കി എന്താണ് കാപഢ്യം എന്ന് ചോദിച്ചാൽ റസൂല് തന്നെ പറഞ്ഞു, ദൽ വജ്ഹൈൻ, ഒരേ സമയം രണ്ട് നിലപാട് സ്വീകരിക്കുക. ഉള്ളിൽ ഒന്ന്, പുറമേ മറ്റൊന്ന്. ഉള്ളിലുള്ളതല്ല പുറമേ കാണിക്കുന്നത്. ഈ ദ്വിമുഖൻ, അള്ളാഹു ഏറ്റവും വെറുക്കുന്ന ഒരു കൂട്ടരാണ് മുനാഫിഖ് അഥവാ കപടൻ എന്ന് പറയുന്ന ഒരു ഭാഗം. ഇന്നൽ മുനാഫിഖീന ഫി ദർക്കി അൽ അസ്ഫലി മിനൻ നാർ, തീർച്ചയായും കപടന്മാർ, ജീവിതത്തിൽ കാപഢ്യം കാണിക്കുന്ന മുനാഫിക്കുകൾ, അവർ നരകത്തിന്റെ അടിത്തട്ടിലാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചത്. മുനാഫിക്കുകൾ നരകത്തിലാണ് എന്നല്ല, അവർ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ ഫി ദർക്കി അൽ അസ്ഫലി മിനൻ നാർ, നരകത്തിന്റെ ഏറ്റവും നിന്ദ്യമായ ഏറ്റവും താഴെ തട്ടിലാണ് മുനാഫിക്കുകൾ ചെന്ന് പതിക്കുക എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും യുദ്ധം പ്രഖ്യാപിച്ച അവൻ വെറുത്ത ഒരു കൂട്ടരാണിവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹുവിന്റെ അടുക്കൽ നമ്മുടെ പ്രാർത്ഥനയേക്കാൾ സ്വീകാര്യതയുണ്ട്. പടച്ചവന്റെ മുമ്പിൽ പ്രവാചകൻ ഒരു പ്രാർത്ഥന നടത്തിയാൽ ആ പ്രാർത്ഥനയ്ക്കുള്ള പരിഗണന നമുക്കറിയാം. പക്ഷെ ആ പ്രവാചകനോട് പോലും കപടന്മാരുടെ കാര്യത്തിൽ അല്ലാഹു പറഞ്ഞത് എന്താണ്? ഇസ്തഗ്ഫിർ ലഹും ഔ ലാ തസ്തഗ്ഫിർ ലഹും ഇൻ തസ്തഗ്ഫിർ ലഹും 70 മർറത്തൻ ലൻ യഗ്ഫിറല്ലാഹു ലഹും. നബിയേ, നീ അവർക്ക് വേണ്ടി അവരുടെ പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടി നീ പ്രാർത്ഥിച്ചോളൂ.
അല്ലെങ്കിൽ നീ പ്രാർത്ഥിച്ചില്ല എന്ന് വെച്ചോളൂ. നീ പ്രാർത്ഥിച്ചാലും നീ പ്രാർത്ഥിച്ചില്ലെങ്കിലും, കപടന്മാർക്ക് വേണ്ടി നീ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചില്ലെങ്കിലും, നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ തന്നെയും അല്ലാഹു പറഞ്ഞു, ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറ, 70 വട്ടം 70 പ്രാവശ്യം നീ അവർക്ക് വേണ്ടി പുറത്തു കൊടുക്കാൻ നീ പ്രാർത്ഥിച്ചാൽ ലൻ യഗ്ഫിർ അല്ലാഹു ലഹും, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കില്ല. 70 പ്രാവശ്യം നീ അവർക്ക് വേണ്ടി പടച്ചവനെ പുറത്തു കൊടുക്കണേ എന്ന് നീ എന്നോട് ആവശ്യപ്പെട്ടാൽ നിന്റെ പ്രാർത്ഥന സ്വീകരിക്കാൻ വയ്യ. ഇൻ തസ്തഗ്ഫിർ ലഹും ഔ ലാ തസ്തഗ്ഫിർ ലഹും ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറത്തൻ ല യഗ്ഫിർ അല്ലാഹു ലഹും. അത്രക്കും അള്ളാഹുവിന് വെറുപ്പാണ് ഈ കൂട്ടരോട്. ആരോടായി പറയുന്നത്? നീ 70 പ്രാവശ്യം അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിയാലും അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമെന്ന് വിചാരിക്കേണ്ടതില്ല. നീ ഇസ്തിഗ്ഫാർ നടത്തുന്നതും നടത്താതിരിക്കുന്നതും ഒരുപോലെയാണ് അവരുടെ കാര്യത്തിൽ. മദീനയിലെ കപടവിശ്വാസികളുടെ മുനാഫിക്കുകളുടെ നേതാവ് അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സുലൂൽ മരണപ്പെട്ട സന്ദർഭത്തിൽ ആ മുനാഫിക്കിന് വേണ്ടി നമസ്കരിക്കുവാൻ, മയ്യത്ത് നമസ്കരിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറായി. അപ്പൊ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, ഈ മുനാഫിക്കിന് വേണ്ടി താങ്കൾ നമസ്കരിക്കുകയാണോ? ഇവരുടെ കാര്യത്തിലല്ലേ താങ്കളോട് അള്ളാഹു പറഞ്ഞത് 70 വട്ടം നീ പ്രാർത്ഥിച്ചാലും അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല എന്ന്? എന്നിരിക്കെ അള്ളാഹുവിന്റെ റസൂലെ, താങ്കൾ എങ്ങനെ ഇവന് വേണ്ടി മയ്യത്ത് നമസ്കരിക്കും, ഇസ്തിഗ്ഫാർ നടത്തും? റസൂല് പറഞ്ഞു, ഉമറേ, 70 വട്ടം എന്നല്ലേ പടച്ചവൻ പറഞ്ഞത്? ഞാൻ 71 വട്ടം അള്ളാഹുവിന് വേണ്ടി അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ, 70 കടന്ന് 71 വട്ടം പ്രാർത്ഥിച്ചത് കൊണ്ട് അവർക്ക് ഫലമുണ്ടാകുമെങ്കിൽ ഉമറേ, ഞാൻ റബ്ബിനോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നോക്കും, എങ്കിലെങ്കിലും അവർക്ക് പുറത്തു കിട്ടട്ടെ എന്ന്. എന്നിട്ട് റസൂല് ഈ അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സുലൂലിന് വേണ്ടി നമസ്കരിക്കാൻ വീണ്ടും തയ്യാറെടുക്കുകയാണ്. അപ്പോഴാണ് സൂറത്ത് തൗബയിലെ ഏതാനും ആയത്തുകൾ അവതരിച്ചത്. നബിയേ, വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത വലാ തകുൻ അലാ ഖബരിഹി. റസൂലേ, ഈ മുനാഫിക്കുകൾ ഇവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും മരിച്ചാൽ നീ അവർക്ക് വേണ്ടി നമസ്കരിക്കാൻ പാടില്ല. വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത, അവരിൽ നിന്ന് ആരെങ്കിലും മരിച്ചുപോയാൽ നീ അവർക്ക് വേണ്ടി നമസ്കരിക്കുകയോ, വലാ തകും അലാ ഖബരിഹി, അവരുടെ ഖബറിന്റെ അടുക്കൽ പോലും നീ പോകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട്, നീ അവർക്ക് വേണ്ടി നമസ്കരിക്കരുത്, അവരുടെ ഖബറിന്റെ അടുക്കൽ പോലും നീ പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലിന് അള്ളാഹു വിലക്ക് ഏർപ്പെടുത്തുകയാണ് ചെയ്തത്. എന്തേ അള്ളാഹു ഈ കൂട്ടരെ ഇത്രമാത്രം ഇങ്ങനെ വെറുത്തു? നിസ്കരിക്കരുത് അവർക്ക് വേണ്ടി, അവരുടെ ഖബറിന്റെ അടുക്കൽ പോലും കൊള്ളാത്ത ഒരു കൂട്ടരാണവർ. ഉമർ പറഞ്ഞെടുത്താണ് ശരിയെന്ന മട്ടിൽ സൂറത്ത് തൗബയിൽ ഏതാനും ആയത്തുകൾ ഈ വിഷയ സംബന്ധമായി അവതരിച്ച ആയത്തുകളാണ്. അതിനും മാത്രം അല്ലാഹു തആല വെറുക്കുന്ന ഒരു കൂട്ടരാണ്, അല്ലെങ്കിൽ ഒരു ദുർഗുണമാണ് ഈ കാപഠ്യം എന്ന് പറയുന്നത്. ജീവിതത്തിൽ വ്യക്തമായൊരു നിലപാടും ആദർശവും സ്വീകരിക്കാത്ത, അവരുടെ ആദർശം എന്ന് പറയുന്നത് താല്പര്യങ്ങളാണ്. ആരെയും പിണക്കാൻ അവർക്ക് വയ്യ. സ്വന്തം താല്പര്യങ്ങളെ ആദർശമായി കാണുന്ന, ദീനാറിനെ ദീനായി കാണുന്ന കപടന്മാർ. ഉള്ളിൽ ഒന്ന്, പുറമെ പ്രകടിപ്പിക്കുന്നത് മറ്റൊന്ന്. നഫക എന്ന വാക്കിൽ നിന്നാണ് നിഫാക്ക് എന്ന പദമുണ്ടായത്. നഫക എന്ന് പറഞ്ഞാൽ പെരിച്ചാഴി, മാളമുണ്ടാക്കി എന്നാണ് അറബിയിൽ അതിന്റെ അർത്ഥം. പെരിച്ചാഴി, മാളം ഉണ്ടാക്കുന്നതിനാണ് അറബി ഭാഷയിൽ നഫക എന്ന് പറയുന്നത്. നഫക്ക് അല്ലെങ്കിൽ നിഫാക്ക് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ പെരിച്ചാഴിയുടെ മാളം എന്നുകൂടി അതിനർത്ഥമുണ്ട്. ഞാനിത് എന്തിനാണ് ഈ ഭാഷാപരമായി ഇതിന് അർത്ഥം പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഈ ജീവിക്കൊരു പ്രത്യേകതയുണ്ട്. മനുഷ്യനെ പറ്റിക്കുന്ന ഇങ്ങനത്തെ ഒരു ജീവി വേറെയില്ല. നമ്മൾ പെരിച്ചാഴിയെ പിടിക്കാൻ വേണ്ടി അത് ഉണ്ട് എന്ന് മനസ്സിലാക്കിയ മാളത്തിൽ നമ്മൾ കോലിട്ട് കുത്തുന്നു. പെരിച്ചാഴി ഇപ്പൊ പുറത്തു ചാടും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നീളമുള്ള കോലിട്ട് കുത്തുകയാണ്. നമ്മൾ വിചാരിക്കുന്നു ഇത്രയും നീളമുള്ള കോലിട്ടിട്ടും എന്ത് ഇതിങ്ങനെ ചാടുന്നില്ല. കാരണം അത് ചാടില്ല. നമ്മൾ കണ്ട ഒരു പൊത്തല്ല പെരിച്ചാഴി ഉണ്ടാക്കിയിട്ടുള്ളത്. മനുഷ്യരെ കാണിക്കാൻ വേണ്ടി ഒറ്റ പൊത്ത് അവൻ കാണിച്ചിട്ടുണ്ടാകും. പക്ഷെ അകത്ത് ചെന്നാൽ ഒരുപാട് പൊത്തുകൾ ഉണ്ടാവും. ഏതോ ഒരു വഴിയിലൂടെ അവൻ രക്ഷപ്പെട്ടിട്ടുണ്ടാകും. പെരിച്ചാഴിയുടെ മാളത്തിന് അവന്റെ പ്രത്യേകതയുണ്ട്. പക്ഷെ പുറമെ ആളുകളെ കാണിക്കാൻ വേണ്ടി
ഇങ്ങനെ ഒരെണ്ണം അവൻ കാണിച്ചിട്ടുണ്ടാകും. യഥാർത്ഥത്തിൽ ഈ കപടന്മാർ, മുനാഫിക്കുകൾക്ക് പെരിച്ചാഴിയുടെ സ്വഭാവമാണ്. ആരെയും ഇങ്ങനെ പറ്റിക്കാൻ വേണ്ടി ഒരു മുഖം ഇങ്ങനെ കാണിച്ചു വെച്ചുകൊണ്ടിരിക്കും. അക്ഷരാർത്ഥത്തിൽ അതുകൊണ്ടാണ് ഈ നിഫാഖ് എന്ന പദം ഈ ധാതുവിൽ നിന്ന് തന്നെ ഉണ്ടായത്. മുഫസ്സിറുകൾ, ഉസൂലുകൾ, അറബി ഭാഷയിലെ പണ്ഡിതന്മാർ വാക്കുകൾ വരെ നിരൂപണം ചെയ്തുകൊണ്ട് അള്ളാഹു ഈ കപടന്മാർക്ക് നിശ്ചയിച്ച വിശേഷണത്തെ പഠിപ്പിക്കുകയാണ്. ജീവിതത്തിൽ ഇരട്ട മുഖം കാണിക്കുന്ന ആളുകൾ. വിശുദ്ധ ഖുർആൻ ഈ നിഫാഖിനെ, കാപഢ്യത്തെ ഒരു രോഗം എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഫീ ഖുലൂബിഹിം മറളും ഫസാദഹുമുല്ലാഹു മറള. അവരുടെ ഹൃദയത്തിൽ ഒരു രോഗമുണ്ട്. ആ രോഗത്തെ അല്ലാഹു തആല അധികരിപ്പിച്ചു കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാപഢ്യത്തെ, നിഫാഖിനെ, മനുഷ്യന്റെ ഹൃദയത്തെ ബാധിക്കുന്ന, അവന്റെ കൽബിനെ പിടികൂടുന്ന ഒരു രോഗം എന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അതൊരു തരം രോഗമാണ്. നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്. പക്ഷെ മനുഷ്യന്റെ ഹൃദയത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ് കാപഢ്യം എന്ന് പറയുന്ന രോഗം. പക്ഷെ ഈ രോഗം ഒരാൾക്കുണ്ടോ ഇല്ലേ എന്ന് ആർക്കും തിരിച്ചറിയാൻ കഴിയില്ല. ഈ ആൾക്ക് മാത്രമല്ല, അത് പടച്ചവനും അയാൾക്കും അറിയാം. ഒരാളിൽ കാപഢ്യമുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയും? ഞാനൊരു കപടനാണ് എന്ന് ലോകത്തൊരാൾ വിളിച്ചു പറയില്ല. ചില സന്ദർഭത്തിൽ സഹാബികൾ ചില ആളുകൾക്കുമേ നിഫാഖ് ആരോപിച്ചപ്പോ റസൂല് ശക്തമായി അവർ കൈകാര്യം ചെയ്തു. കാരണം ഈ രോഗത്തെ തിരിച്ചറിയാൻ കഴിയില്ല. എന്നാ പിന്നെ അതിനെ കാപഢ്യമെന്ന് പറയുന്നത് എങ്ങനെ? അപ്പൊ അതുകൊണ്ട് ഈ രോഗം തനിക്കുണ്ടോ എന്ന് അത് ഉള്ള ആൾക്കും പടച്ചവന് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു രോഗമുണ്ടോ? ഈ കാപഢ്യം എന്ന് പറയുന്ന, പടച്ചവൻ ഇത്ര വെറുത്തിട്ടുള്ള ഈ ദുർഗുണം എന്റെ ജീവിതത്തിൽ പടച്ചവന് ഈ രോഗമെങ്ങാൻ അല്പെങ്കിലും ഉണ്ടോ? നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് തന്നെ ഒന്ന് ചോദിക്കേണ്ട ചോദ്യമാണ്. അതൊരു കുറവായിട്ട് നിങ്ങൾ കാണരുത്. ഇങ്ങനെ ഒരു രോഗം എനിക്കുണ്ടോ എന്ന് സ്വയം സംശയം തോന്നുന്ന ഒരു നല്ല ഗുണമാണ്. ഞാനെല്ലാം തികഞ്ഞവനാണ് എന്ന ബോധ്യമല്ല നമ്മെ നയിക്കേണ്ടത്. അല്ലാഹു അഅലമു ബിക്കും ഇദ് അൻതും മജിന്നത്തും ഫീ ബുതൂനി ഉമ്മഹാത്തിക്കും ഫലാ തുസക്കു അൻഫുസക്കും. ഹേ മനുഷ്യരെ, നിങ്ങൾ ആരാണെന്ന് അല്ലാഹുവിനറിയാം. അല്ലാഹു അഅലമു ബിക്കും, അല്ലാഹു നിങ്ങളെ സംബന്ധിച്ച് നന്നായി അറിയുന്നവനാണ്. നിങ്ങൾ ആരാണെന്ന് അല്ലാഹുവിന് നിങ്ങളെക്കാൾ നന്നായിട്ട് അറിയാം. എവിടെ മുതൽ? ഇത് അൻതും മജിന്നത്തും ഫീ ബുതൂനി ഉമ്മഹാത്തിക്കും, നിങ്ങളുടെ മാതാക്കളുടെ ഗർഭാശയത്തിന്റെ തുടക്കം തന്നെ നിങ്ങൾ രൂപപ്പെട്ട സന്ദർഭത്തിൽ അവിടെ മുതൽ നിങ്ങൾ ആരാണെന്നും നിങ്ങൾ ഏത് തരക്കാരനാണെന്നും നിങ്ങളുടെ സ്വഭാവം എന്താണെന്നും നിങ്ങളുടെ നിലപാടെന്താണെന്നും നിങ്ങൾ എന്തെല്ലാം പറയുന്നു, നിങ്ങൾ എവിടെയെല്ലാം പോകുന്നു എന്ന് അള്ളാഹുവിന് നന്നായിട്ടറിയാം നിങ്ങളെക്കാൾ. എന്നിട്ട് പറഞ്ഞു ഫലാ തുസക്കു അൻഫുസക്കും, അതുകൊണ്ട് സ്വയം നിങ്ങൾ മേനിച്ചമയാൻ നോക്കേണ്ടതില്ല, സ്വയം നിങ്ങൾ വിശുദ്ധരാകാൻ നോക്കേണ്ടതില്ല. അള്ളാഹ്ക്കറിയാം നിങ്ങളെപ്പറ്റി നിങ്ങൾ ആരാണ് എന്ന്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു വർത്തമാനമാണിത്. അതുകൊണ്ട് നിഫാഖ് എന്ന് പറയുന്ന അള്ളാഹു വെറുക്കുന്ന ഈ ദുർഗുണം അതിന്റെ ഏതെങ്കിലും ഒരു തരത്തിൽ, ഏതെങ്കിലും ഒരു അളവിൽ എന്റെ കൽവിൽ, എന്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് സ്വയം ഒന്ന് ചോദിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമ്മുടെയൊക്കെ മാതൃകാ പുരുഷന്മാർ എന്ന് പറയുന്ന റസൂൽ തന്നെ പരിചയപ്പെടുത്തി അസ്ഹാബി കൻ നുജൂം, ആദർശപാതയിൽ താരകങ്ങളാണ് എന്റെ സഹാബത്ത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാമിന്റെ ആദ്യകാല തലമുറ. അവരൊക്കെ എത്ര ഭീതിയോടെയാണ് ഈ വിഷയത്തെ നോക്കിക്കണ്ടത്. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ കാണാം, ഒരു സന്ദർഭത്തിൽ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹുവിനെ സമീപിച്ചുകൊണ്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താണ് ചോദ്യം? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണാസന്നനായി കിടക്കുന്ന സന്ദർഭത്തിൽ, വഫാത്തിന് ഒരുങ്ങുന്ന, മരണക്കിടക്കയിൽ കിടക്കുന്ന ആ സന്ദർഭത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തനിക്കറിയാവുന്ന മദീനയിലെ കപടന്മാരുടെ ഒരു പേര്, മദീനയിലെ മുനാഫിക്കുകളെ കുറിച്ചുള്ള ഒരു വിവരം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് മാത്രം
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. വേറെ ആർക്കും നബി അത് കൈമാറിയില്ല. റസൂൽ ചില സൂചനകൾ മുസ്ലിം ഉമ്മത്തിന് കൊടുത്തിരുന്നു. തന്റെ കാലശേഷം ആരായിരിക്കണം ഈ ഉമ്മത്തിന് നേതൃത്വം കൊടുക്കേണ്ടത്. നമസ്കാരത്തിൽ റസൂൽ ജീവിച്ചിരിക്കെ അബൂബക്കറിനെ ഇമാമത്ത് നിർത്തി റസൂൽ അതിന്റെ സൂചന കൊടുത്തു. സ്വാഭാവികമായും ഒരു വിഭാഗത്തെ കരുതലോടെ കാണേണ്ടതുണ്ട് അബൂബക്കർ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിൽ അവസാന സന്ദർഭത്തിൽ തനിക്കറിയാവുന്ന മദീനയിലെ മുനാഫിക്കുകൾ, റസൂലിന് പിന്നെ അള്ളാഹ് അറിയിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. അങ്ങനെ തനിക്കറിയാവുന്ന മദീനയിലെ കപടന്മാരെ പറ്റി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുത്തു. വേറെ ആരോടും നബി ഇത് പറഞ്ഞിട്ടുമില്ല. ഈ വിവരം ഉമർ റളിയല്ലാഹു അൻഹു അറിഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ മദീനയിലെ മുനാഫിക്കുകളെ കുറിച്ച് അബൂബക്കറിനോട് മാത്രം പറഞ്ഞിരിക്കുന്നു, തന്നോട് പോലും ഒന്ന് പറഞ്ഞിട്ടില്ല. ആകാശത്ത് എനിക്ക് 2 സഹായികളുണ്ട്, ഭൂമിയിൽ എനിക്ക് 2 സഹായികളുണ്ട്. ആകാശത്തെ എന്റെ സഹായികൾ ജിബ്രീലും മീകായിലുമാണ്, ഭൂമിയിലെ എന്റെ സഹായികൾ അബൂബക്കറും ഉമറുമാണ് എന്ന് റസൂൽ എപ്പോഴും ചേർത്ത് വെച്ച 2 വ്യക്തികൾ. പക്ഷെ ഉമർ ആലോചിച്ച്, എന്തേ റസൂൽ എന്നോട് ഇത് പറഞ്ഞില്ല? അങ്ങനെ ഒരു ദിവസം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു സമീപിച്ചുകൊണ്ട് ചോദിക്കുകയാണ് റസൂലിന്റെ മരണശേഷം, പ്രിയപ്പെട്ട അബൂബക്കറെ, എന്റെ മനസ്സിനെ വല്ലാത്തൊരു സംശയം മതിച്ചുകൊണ്ടിരിക്കുകയാണ്. അബൂബക്കറെ, താങ്കൾ ഒന്ന് പറയൂ, അള്ളാഹുവിന്റെ റസൂൽ താങ്കൾക്ക് പറഞ്ഞു തന്ന മുനാഫിക്കുകളുടെ ആ പേരുകളുടെ കൂട്ടത്തിൽ, ആ ലിസ്റ്റിൽ ഈ പാവപ്പെട്ട ഉമറിന്റെ പേരെങ്ങാനും ഉണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ ആരോടും പറയാതെ താങ്കളോട് പറഞ്ഞു തന്ന ആ മുനാഫിക്കുകൾ ഉണ്ടല്ലോ, അബൂബക്കറെ പറയൂ, ആ കപടന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂൽ എന്നെ എങ്ങാനും ഒന്ന് പെടുത്തിയിട്ടുണ്ടോ? പറയൂ അബൂബക്കറെ, ഞാനും ആ ലിസ്റ്റിൽ പെട്ടിട്ടുണ്ടോ? ആരാണ് ചോദിക്കുന്നത്? ഞാനൊരു കപടനാണോ? എന്നെ റസൂൽ അതിൽ ഗണിച്ചിട്ടുണ്ടോ? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എന്ന് ചോദിച്ചൊരു ചോദ്യമാണ്. നമ്മൾ 24 ക്യാരറ്റ് ഈമാനിന്റെ സ്വയം വക്താക്കളായി ഞാനെന്തിന് എന്നെപ്പറ്റി ഇങ്ങനെ സ്വയം സംശയിക്കണമെന്ന് വിചാരിക്കുകയല്ല. എന്നിൽ ഈ രോഗം അല്പമെങ്കിലും ഉണ്ടോ എന്നുള്ള പരിശോധന അത് നല്ലതാണത്. അതൊരു കുറവല്ല, തിരുത്താൻ വേണ്ടിയാണല്ലോ. ആ ഗുണം ഒരു നല്ല ലക്ഷണമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്. ഒരു സന്ദർഭത്തിൽ ഹൻദല റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഇവർ 2 പേരും കൂടി റസൂലിന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. ആദ്യം ഹൻദല റളിയല്ലാഹു അൻഹു അബൂബക്കറിന്റെ അടുത്തേക്ക് വന്നു. നാഫക ഹൻദല, ഹൻദല മുനാഫിക്കായി പോയല്ലോ, ഈ ഞാനൊരു മുനാഫിക്കായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ഹൻദല റളിയല്ലാഹു അൻഹു വന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തേ ഹൻദല നീ ഇങ്ങനെ ഞാനൊരു മുനാഫിക്കായി എന്ന് സ്വയം ഇങ്ങനെ പറയുന്നു? ഹൻദല പറഞ്ഞു, അബൂബക്കറെ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ എന്നെപ്പറ്റിയാണല്ലോ ഈ പറയുന്നത്. പരലോകത്തെക്കുറിച്ചുള്ള ആ ചിന്തയാൽ ആത്മവിചാരണ നടത്തുകയും പരലോകത്തെക്കുറിച്ച് ഓർക്ക് പടച്ചവനെ കുറിച്ച് റസൂലിന്റെ ഉപദേശം കേൾക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കും. പക്ഷേ റസൂലിന്റെ സദസ്സിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഭൗതിക വ്യവഹാരങ്ങളിൽ ഏർപ്പെടുമ്പോൾ എല്ലാം മറന്നുപോകുന്നു. ഇതൊരു കാപട്യമല്ലേ അബൂബക്കറെ? ഞാനൊരു മുനാഫിക്കല്ലേ? അതൊരു നിഫാക്കിന്റെ ലക്ഷണമല്ലേ? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹൻദല, അങ്ങനെയെങ്കിൽ ഞാനും അത്തരത്തിൽപ്പെട്ട ആളാണല്ലോ, ഇതേ പ്രശ്നം എനിക്കുമുണ്ട്. അങ്ങനെ 2 പേരും കൂടി റസൂലിനെ സമീപിക്കുകയാണ്. അവർ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങളിൽ നിഫാക്കുണ്ടോ? റസൂൽ ചോദിച്ചു, എന്തേ നിങ്ങൾ ഇങ്ങനെ ചോദിച്ചു? അപ്പൊ പറഞ്ഞു, ഇതാണ് പ്രശ്നം. താങ്കളുടെ സദസ്സിലിരിക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന ഈമാനിക ചൈതന്യം പുറത്തേക്ക് ഇറങ്ങിയാൽ ഞങ്ങൾക്കത് നിലനിർത്താനാകുന്നില്ല. റസൂൽ പറഞ്ഞു, നിങ്ങളുടെ സംശയമുണ്ടല്ലോ, നിങ്ങൾക്ക് നിഫാഖുണ്ടോ എന്ന് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നിയ ഈ സംശയം നിങ്ങളുടെ ഈമാനിന്റെ, നിങ്ങളുടെ ഇഖ്ലാസിന്റെ ലക്ഷണമാണ് എന്നാണ് അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ രോഗം എനിക്കുണ്ടോ എന്ന് എന്നോട് തന്നെ എനിക്ക് ചോദിക്കാമല്ലോ. സ്വന്തത്തോട് ചോദിക്കുക, ആത്മവിചാരണ. എന്തുകൊണ്ട് ഇത്ര ഗൗരവത്തോടെ ഇത് പറയുന്നു എന്ന് ചോദിച്ചാൽ, അള്ളാഹു ഇത്ര വെറുത്തൊരു കൂട്ടർ ഈ ദുനിയാവിന് വേറെയില്ല. റസൂലിനോട് പോലും പറഞ്ഞതൊക്കെ ഞാൻ ആമുഖത്തിൽ തന്നെ പറഞ്ഞല്ലോ. നീ 70 വട്ടം ഈ കൂട്ടർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും അള്ളാഹ് അവർക്ക് പുറത്തു കൊടുക്കൂല എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലുണ്ട്, തജിദു
തജിദൂന ശർറൻ നാസി യൗമൽ ഖിയാമത്തി ദൽ വജ്ഹൈനി അല്ലദി യഅതി ഹൗലായി ബിവജ്ഹിൻ വഹൗലായി ബിവജ്ഹിൻ കാന ലഹു ലിസാനാനി മിൻ നാർ. നിനക്കൊരു കൂട്ടരെ കാണാൻ കഴിയും. ശർറുൻ നാസി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഏറ്റവും നികിഷ്ട വിഭാഗമാണവർ. ഖിയാമത്ത് നാളിൽ അള്ളാഹു ഏറ്റവും വെറുക്കുന്ന ഏറ്റവും നികിഷ്ടരായ ഒരു കൂട്ടരെ നിനക്ക് കാണാൻ കഴിയും. ആരാണവർ? ദൽ വജ്ഹൈനി, രണ്ട് മുഖം സ്വീകരിക്കുന്ന ആളുകളാണ്, ഇരട്ട മുഖം. യഅതി ഹൗലായി ബിവജ്ഹിൻ, അവൻ ഒരു കൂട്ടരുടെ അടുത്ത് ഒരു മുഖമായിട്ട് ചെല്ലുമ്പോൾ യഅതി ഹൗലായി ബിവജ്ഹിൻ, വേറൊരു കൂട്ടരുടെ അടുത്ത് ചെല്ലുമ്പോൾ വേറൊരു മുഖമെടുക്കും. ഇങ്ങനെ ഓരോ വേദിയിൽ ചെല്ലുമ്പോൾ അതിനനുസരിച്ച് നിൽക്കുന്ന, ഒരു കൂട്ടർ ചെല്ലുമ്പോൾ അവരെ തൃപ്തിപ്പെടുത്തും, വേറൊരു കൂട്ടരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരെയും തൃപ്തിപ്പെടുത്തി രണ്ട് മുഖം സ്വീകരിക്കുന്ന ഇരട്ട മുഖത്തിന്റെ ആളുകൾ. എന്നിട്ട് റസൂൽ പറഞ്ഞു, അങ്ങനെയുള്ള ആളുകൾക്ക് നാളെ പരലോകത്ത് നരകത്തിൽ നിന്നുള്ള രണ്ട് നാവ് അവരുടെ മോണയിലൂടെ ഇങ്ങനെ ചാടി നിൽക്കുമെന്നാണ് പറയുന്നത്. ലിസാനാനി മിന്നാർ. ഒരുപാട് ഹദീസുകൾ ഈ മുനാഫിക്കുകളോടുള്ള വെറുപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് റസൂൽ പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വെറുപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ള ഈ കൂട്ടർ അല്ലെങ്കിൽ ഈ ദുർഗുണം ഏതെങ്കിലും ഒരു അളവിൽ, കാപട്യത്തിന്റെ ഏതെങ്കിലും ഒരു ലക്ഷണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർബഉൻ മൻ കുന്ന ഫീഹി കാന മുനാഫിക്കൻ ഖാലിസൻ. 4 കാര്യങ്ങൾ ആരിലെങ്കിലും ഉണ്ടായാൽ അവൻ തനി മുനാഫിക്കായി. വമൻ കാനത്ത് ഫീഹി ഹസ്ലത്തും മിൻഹുന്ന കാന ഫീഹി ഹസ്ലത്തും മിനൻ നിഫാഖി. ഈ 4 ഏതെങ്കിലും ഒരെണ്ണം ഒരുവനിൽ ഉണ്ടായാൽ അവനിൽ കാപട്യത്തിന്റെ ഒരു ലക്ഷണം അവശേഷിച്ചവനാണ്. ഏതൊക്കെയാണ് ഈ 4 ലക്ഷണങ്ങൾ? ഇത് ഉത്തുമിന ഹാന, വിശ്വസിച്ചാൽ വഞ്ചിക്കും, വിശ്വാസവഞ്ചന. വൈദ ആഹദ ഗദറ, കരാറിൽ ഏർപ്പെട്ടാൽ ആ കരാറിൽ ലംഘിക്കും, പറഞ്ഞ വാക്കു പാലിക്കില്ല. വിശ്വാസവഞ്ചന, കരാറിലംഘനം. വൈദ ഹദസ കദബ, സംസാരിച്ചാൽ കളവ് പറയും, വായ തുറന്നാൽ കളവേ പറയുള്ളൂ. വൈദ ഹാസമ ഫജറ, തർക്കിച്ചാൽ അസഭ്യം പറഞ്ഞു കളയും. അവന്റെ വ്യക്തിത്വത്തിന്റെ ആ ഗുണം അളക്കാൻ അവസാനത്തെ വഴി അതാണ്. ആരോടെങ്കിലും അല്പം കയർത്ത് സംസാരിക്കേണ്ടി വന്നാൽ അവന്റെ തനി വ്യക്തിത്വം അപ്പൊ പുറത്താവും. എന്താണത്? വൈദ ഹാസമ ഫജ, അസഭ്യം പറയുക. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമൂഹത്തെ എങ്ങനെയാണ് വാർത്തെടുത്തത്? പഠിപ്പിക്കുകയാണ്, ഇത് നിഫാഖാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ടാണ് ഈ ഗുണത്തെപ്പറ്റി നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കുകയും അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഏതെങ്കിലും ഒരു അളവിൽ ഏതെങ്കിലും ഒരു ലക്ഷണം അത് എന്നിൽ ഉണ്ടോ എന്ന് നാം സ്വന്തത്തോട് ചോദിക്കുകയും ജീവിതത്തെ തിരുത്തുന്ന ആളുകളായി, വലാ തുസക്കു അൻഫുസക്കും, സ്വന്തത്തെക്കുറിച്ച് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന ആളുകളായി നമ്മൾ മാറരുത്. പല ആളുകളും ചില സമയത്തൊക്കെ ഖുത്ബ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോഴും വളരെ സ്നേഹത്തോടു കൂടി എന്നോട് പറയും, ഇന്ന് താങ്കൾ എന്നെക്കുറിച്ചാണല്ലോ പറഞ്ഞത് എന്ന് പറയാറുണ്ട്. ഞാൻ പറയും, ഇന്നാണ് എൻ്റെ ഖുത്ബ എനിക്ക് തൃപ്തിയായത്. കാരണം അങ്ങനെ തോന്നുന്നത് ഒരു നല്ല ലക്ഷണമാണ്. എന്നെക്കുറിച്ചല്ല ഈ പറഞ്ഞത്, വേറൊരു കൂട്ടരെ കുറിച്ചാണ് ഈ പറഞ്ഞതൊക്കെയും. ഞാൻ ഇതിൽ നിന്ന് ഒഴിവാണ്. എന്നെക്കുറിച്ചാണോ ഈ പറഞ്ഞത് എന്ന് സ്വന്തത്തോട് ഓരോരുത്തർക്കും തന്നെക്കുറിച്ച് തോന്നിയാൽ ഖുത്ബ ലക്ഷ്യം കാണുന്നത് അവിടെയാണ്. ഞാൻ എപ്പോഴും പറയും, അതൊരു നല്ല സൂചനയാണ്. അങ്ങനെ വേണം നമ്മൾ. റസൂല് സഹാബികളെ വളർത്തെടുത്തത് അങ്ങനെയാണ്. അങ്ങനെ സ്വന്തം തോന്നിയവരെ റസൂല് പറഞ്ഞു, ഒരു നല്ല സൂചനയാണ്, നല്ല ലക്ഷണമാണത്. അതൊരു കുറവായി കാണരുത്. അതുകൊണ്ട് സ്വന്തത്തെ ഒന്ന് വിചാരണ ചെയ്തുകൊണ്ട് ജീവിതത്തിൽ ഇഖ്ലാസുള്ള ആളുകളായി മാറാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്ലാസോടുകൂടി അവൻ ഇബാദത്ത് ചെയ്യുന്ന അവന്റെ ആത്മാർത്ഥരായ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الناس أوصيكم عباد الله ثانيا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹുവിനെ ഭയന്ന് തഖ്വ നിറഞ്ഞ ജീവിതം നയിക്കുവാൻ എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. 23 വയസ്സുള്ള ക്യാൻസർ ബാധിച്ച് മരണപ്പെട്ട തൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിതാവ് നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സന്താനത്തിന് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പിതാവിന് അദ്ദേഹം അനുഭവിക്കുന്ന ദുഃഖം അല്ലാഹു തആല ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഖബർ അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ആ യുവാവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പാളിച്ചകൾ, കുറവുകൾ അല്ലാഹു തആല പുറത്ത് അവന് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. പലപ്പോഴും അവർ ദുആ ചെയ്യാൻ പറയാറുണ്ട്. അല്ലാഹു നമ്മുടെ കൂട്ടത്തിൽ വേദനിക്കുന്ന, കടം കൊണ്ട് വലയുന്ന എല്ലാവർക്കും അല്ലാഹു ആശ്വാസം പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأواهم. ربنا تقبل منا إنك أنت السميع العليم. اللهم ارحمنا يا أرحم الراحمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الكفر والكافرين. اللهم أعز الإسلام والمسلمين وأذل النفاق والمنافقين. اللهم اشف أمراضنا يا شافي الأمراض واشف أمراضنا وأمراض والدينا يا رب العالمين. اللهم ربنا تقبل منا صدقاتنا وعباداتنا يا رب العالمين. اللهم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.